നടുവിന് നല്ല പെയിനാണ്. പെയിൻ കൂടുമ്പോൾ നമ്മൾ ഫ്രസ്ട്രേറ്റഡോ ഇറിറ്റേറ്റഡോ എൻ്റെ ചുറ്റുള്ളവരുടെ സന്തോഷത്തെ കൂടി ബാധിച്ചു തുടങ്ങിയപ്പോഴാണ് എൻ്റെ കൊളീഗിൻ്റെ അപ്പ ഡോക്ടർ അശ്വിൻ ശങ്കർ IREC ബാക്ക് പെയിൻ ക്ലിനിക്കിനെ പറ്റി എന്നോട് പറയുന്നത്. നടുവേദനയുമായി സ്ഥിരമായി വരുന്നത് പ്രധാനമായും IT പ്രൊഫഷണൽസ്, പിന്നെ വീട്ടമ്മമാർ. കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുക, അതുപോലെ അലക്ഷ്യമായി ഭാരം കൈകാര്യം ചെയ്യുക, ഇതെല്ലാം തന്നെ ഈ കാറ്റഗറിയിലുള്ള എല്ലാവർക്കും നടുവേദനയ്ക്ക് കാരണമായി മാറുന്നുണ്ട്. നടുവേദന ഇപ്പം എൻ്റെ ചിന്തയിൽ പോലും ഇല്ല. സത്യത്തിൽ എൻ്റെ സന്തോഷം കൂടിയാണ് ഇവർ തിരിച്ചു തന്നത്. കൊച്ചിൻ വികസന വേദിയുടെ നേതൃത്വത്തിൽ ഫോർട്ട് കൊച്ചി വെളി സെന്റ് ജോസഫ് അഗതി മന്ദിരത്തിലെ അച്ഛനമ്മമാരോടൊപ്പം ക്രിസ്മസ് ആഘോഷിച്ചു. കൊച്ചിൻ വികസന വേദിയുടെ നേതൃത്വത്തിൽ ഫോർട്ട് കൊച്ചി സെന്റ് ജോസഫ് വെളി മന്ദിരത്തിലെ അച്ഛനമ്മമാരോടൊപ്പം ക്രിസ്മസ് ആഘോഷിച്ചു. കേക്ക് മുറിച്ചും ഭക്ഷണം കഴിച്ചുമാണ് ഇവരോടൊപ്പം കൊച്ചിൻ വികസന വേദി പ്രവർത്തകർ ക്രിസ്മസ് പുതുവത്സരാഘോഷം സംഘടിപ്പിച്ചത്. ഏറ്റവും വലിയ സന്തോഷകരമായിട്ടുള്ള ദിവസമാണ്. ഈ സമയത്തും ആൾക്കാർ ഇത്ര തിരക്കുകളല്ല. ഈ സലാം ബൈസിനൊക്കെ ഓർക്കാനുള്ള ഒരു മനസ്സിലായ ആൾക്കാരുണ്ട്. ഒരു കാര്യമില്ലാത്തവർക്ക് വേണ്ടി വരുന്നത് അതൊക്കെ തന്നെ സമൂഹത്തിലെ നല്ലൊരു മെസ്സേജാണ്. നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഇതാണ്. ആരും ഇല്ലാത്തവർക്ക് വേണ്ടി നമ്മൾ വേണം. അതാണ് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ പുണ്യം. അപ്പം നിങ്ങൾ ഇങ്ങനെ ഒരു കാര്യം സംഘടിപ്പിച്ചതിനും എല്ലാവരും വരുന്നുണ്ട്. എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. ഈ ക്രിസ്മസും ന്യൂ ഇയറൊക്കെ എല്ലാവരും അടിച്ചു പൊളിക്ക്, നല്ല മനോഹരമാവട്ടെ, പുതിയ പുതിയ ഓർമ്മകൾ സൃഷ്ടിക്കട്ടെ. എല്ലാവരും നല്ലൊരു ഓർക്കാൻ പറ്റുന്നൊരു ക്രിസ്മസ് ആവട്ടെ. ഇന്ന് ഭയങ്കര അപ്രതീക്ഷിതമായിട്ട് ഞാൻ ഇവരെല്ലാവരെയും കണ്ടു പരിചയപ്പെട്ടത്. എനിക്കും കൂടി ഈ കാര്യത്തിൽ ഭാഗമാകാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷം. ഓർമ്മയുണ്ടോ, കഴിഞ്ഞ ഓണത്തിന് അങ്ങോട്ട് വന്നപ്പോൾ പറഞ്ഞായിരുന്നു ക്രിസ്മസിന് വരും, ബിരിയാണി കൊണ്ട് വരും. ഓക്കെ, അപ്പം നിങ്ങളുടെ ആഗ്രഹം പോലെ തിരിച്ചു വന്നിരിക്കുന്നു. എല്ലാവരും സുഖമായിട്ടിരിക്കാം. ഓക്കെ, അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം ഓണത്തിന് ഞങ്ങളിവിടെ വന്നപ്പോൾ കൊച്ചിൻ വികസന വേദി പ്രവർത്തകർ ഇവിടെ വന്നപ്പോൾ നിങ്ങളൊരു ആവശ്യം പറഞ്ഞ് അത് നമ്മളെ ബഹുമാനപ്പെട്ട ട്രഷറർ, നമ്മൾ കൊച്ചിൻ വികസന വേദിയുടെ എല്ലാവരും നല്ല രീതിയിൽ ഇന്നിവിടെ ഈ 23-ാം തീയതി നിങ്ങളൊപ്പം കൗൺസിലർ PJ ദാസൻ, മുൻ കൗൺസിലർ ഷീബാലാൽ എന്നിവർ ചേർന്ന് കേക്ക് മുറിച്ച് ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. ഇവിടെ തന്നെയാണ്. ഞാൻ 10 വർഷം രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് കുറച്ച് അങ്ങടൊക്കെ മാറിയെങ്കിലും രാവിലത്തെ ദിവ്യബലിയിലും വൈകുന്നേരങ്ങളിലൊക്കെ മീറ്റിങ്ങിലൊക്കെ കാണാറുണ്ട്. എല്ലാ പരിപാടിക്കും, MLA ആയിട്ടുള്ള പരിപാടിക്കും മറ്റ് സംഘടനകളിലെയും വികസന വേദിയുടെ പരിപാടിക്കും ഇവിടെ നമ്മൾ ഒത്തുചേർന്നിട്ടുണ്ട്. എല്ലാവരും വ്യക്തിപരമായിട്ട് തന്നെ അറിയാവുന്ന ആളുകൾ തന്നെയാണ്. എല്ലാവരുടെ സഹായത്തോടും സഹകരണത്തോടും കൂടിയാണ് ഈ സ്ഥാപനം ഇത്ര ഭംഗിയായിട്ട് പോകുന്നത്. ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് വളരെ ഭംഗിയായിട്ട് ഇവരോട് എല്ലാ കാര്യങ്ങളിലും ഇടപെട്ട് ഇവരുടെ കാര്യങ്ങൾക്ക് ഒരു കുറവും വരാതെ ഔസപിതാവിൻ്റെ അനുഗ്രഹത്താൽ ഭംഗിയായിട്ട് പോകുന്ന ഒരു സെൻറ്റ് ജോസഫ് ക്രൈസ്റ്റ് ഹോം. നിങ്ങളെയൊക്കെ വന്ന് വിശദമായിട്ട് കാണുവാൻ വേറെ ദിവസങ്ങളിലൊക്കെ വരാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോഴാണ് ഈ ഒരു പരിപാടിക്ക് വേണ്ടി എന്നെ ക്ഷണിച്ചത്. ഏതായാലും വളരെ സന്തോഷത്തോടു കൂടിയാണ് നിങ്ങളുടെ അടുത്ത്, നിങ്ങളുടെ മുമ്പിൽ ഞാൻ നിൽക്കുന്നത്. എൻ്റെ ഒരു അകന്ന ഒരു ബന്ധു കൂടെ ഉണ്ടായിരുന്നു, ഒരു സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന കുറച്ച് പൈസയൊക്കെ ഉണ്ടായിരുന്ന ആളാണ്. അയാളിപ്പോൾ പള്ളിപ്പുറത്തേക്ക് ഇവിടുന്ന് സ്വന്തമായിട്ട് പോകുന്നൊരവസ്ഥ വന്നു. ക്രിസ്തുമസ് നമ്മളെല്ലാവരും വളരെ മനോഹരമായി ആചരിക്കുന്ന, ഉണ്ണിയേശു പിറന്ന ആ ദിനത്തിൻ്റെ ഓർമ്മ പുതുക്കുന്ന ഒരു ദിനമായിട്ടാണ് നമ്മളെല്ലാവരും ആഘോഷിക്കുന്നത്. ഒരാൾ മറ്റൊരാൾക്ക് സഹായം ചെയ്യുക എന്നുള്ളത് ക്രിസ്മസിൻ്റെ സന്ദേശം ഏറ്റവും കൂടുതൽ ഉയർത്തിപ്പിടിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് മാറും. നമ്മളൊരാൾക്ക് സഹായിച്ചാൽ മറ്റൊരാൾ അറിയാതെ. സാമൂഹിക പ്രവർത്തകരും BJP നേതാവുമായ ജൂഡ് ഗോഡ്വിൻ റോസൻ, ട്രേഡ് യൂണിയൻ നേതാവ് KB ഹനീഫ്, കൊച്ചിൻ വികസന വേദി ഭാരവാഹികളായ സ്മിത ബഷീർ, PK കമറുദ്ദീൻ, KB ജബ്ബാർ, സിസ്റ്റർ മാർഗരറ്റ്, സാമൂഹ്യനീതി വകുപ്പ് കൗൺസിലർ സാന്ദ്ര തുടങ്ങിയവർ സംസാരിച്ചു. നമുക്ക് ഒരാളെ കൊണ്ടൊന്നും നേടാൻ പറ്റിയില്ല. പലരും കൂടി സഹകരിച്ച് ഐക്യത്തോടുകൂടി ഓരോന്നും ചെയ്യുമ്പോഴാണ് അത് മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായ നന്മ പ്രവൃത്തികളായിട്ട് മാറുന്നത്. അപ്പോൾ ഇതുപോലെ പല ഗ്രൂപ്പുകളാണ് നമ്മളെ ഇവിടെ ആയിരിക്കുന്ന നമ്മളെ പരിപാലിച്ചു കൊണ്ടുപോകുന്നത്. ദൈവം അവരിലൂടെയാണ് നമ്മളെ നിലനിർത്തി നമുക്ക് ഒരു കുറവും വരാതെ നമ്മളെ അന്വേഷിക്കുകയും ഭക്ഷണം, വസ്ത്രം, മരുന്നുകൾ എല്ലാം തരുന്നത് മറ്റുള്ളവരാണ്. ഇതുപോലെയുള്ള സമൂഹങ്ങൾ ഒത്തുചേരൽ അവരിവിടെ വന്ന് കൂടുന്നത് കൊണ്ടാണ് നമ്മൾ ഒന്നും അറിയാണ്ട് ഇങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പം കൊച്ചിൻ വികസന സമിതിക്ക് എല്ലാവിധ നന്മകളും ഭാവുകങ്ങളും നേരുന്നു. ക്രിസ്മസിൻ്റെയും ന്യൂ ഇയറിൻ്റെയും ആശംസകൾ എല്ലാവർക്കും അവരുടെ കുടുംബങ്ങൾക്കും നേരുകയും അവർക്ക് വേണ്ടി നിങ്ങൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണമെന്നും അവരുടെ നന്മ പ്രവൃത്തികളൊക്കെ നന്നായിട്ട് നിർവഹിക്കുവാനുള്ള കൃപ ഈശ്വരൻ അവർക്ക്. ന്യൂസ് ബ്യൂറോ, ഫോർട്ട് കൊച്ചി.